ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ അലമാര അതുപോലെ തന്നെ ഡോറൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു പോളിഷിങ് പോയി ഒരു നിരച്ച കളർ ആവാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു നിരച്ച കളറൊക്കെ മാറ്റിയെടുക്കാൻ ഉള്ളൊരു സിമ്പിൾ ടിപ്പായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാലത്തേക്ക് ആ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നമുക്ക് താൽക്കാലികമായി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിനായി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ടത് വാസ്ലിൻ ആണ് കേട്ടോ. അപ്പൊ വാസ്ലിന് എടുക്കാം. ഡേറ്റ് കഴിഞ്ഞ വാസ്ലിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വാസ്ലിൻ മതി. ഇനി അത് കുറച്ച് ഞാൻ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇപ്പൊ പാരച്യൂട്ടോ ഏത് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ആ ഒരു ഫേർണിച്ചറിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ മരത്തിന്റെ ഏത് തടിയായാലും കുറച്ച് ദിവസം ഒരുപാട് കാലം കിട്ടും പറയുന്നില്ല, കുറച്ച് കാലത്തേക്ക് നമുക്ക് ആ ഒരു നല്ലൊരു മിനുസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തിളക്കം കൂട്ടാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത്. അപ്പൊ അത് കണ്ട ഈ ഒരു കളറിലാണ്. അപ്പൊ ഞാനിത് കുറച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട്. വേണ്ട. അപ്പൊ അത് നമ്മുടെ ഈ ഒരു കോട്ടന്റെ ഒരു തുണി വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് അപ്പൊ അതാ ഞാൻ ഈ ഒരു കഷ്ണം തുണി വെച്ചിട്ട് അതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പൊ നമുക്കത് താൽക്കാലിക മീൻസ് ഒരു 1-2 ആഴ്ച വരെ ആ ഒരു തിളക്കം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടെ ചെയ്തെടുക്കാനേ നമുക്ക് തിളക്കം കൂടുതലായിട്ട് കിട്ടും. കണ്ടോ? അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ഭാഗവും വെച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരു തിളക്കത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഇത് ചെയ്യാത്തതും ഇത് ചെയ്തതുമാണ്. കണ്ടോ? അപ്പൊ ഇതിനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ വേണം നമ്മുടെ വെളിച്ചെണ്ണയും വാസ്ലിനും വിനാഗിരിയും മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇതിനായി കൂടുതലായിട്ട് വേണ്ട. അപ്പൊ ഇത് കണ്ടോ, ജസ്റ്റ് ഇതും വെച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരു കറക്റ്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാകും. അപ്പൊ നല്ല ഗ്ലേസിങ് കൂടാനും ഇത് സാധിക്കും കേട്ടോ. കണ്ടോ? അപ്പൊ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ബൈ.